എന്നുവെച്ചാൽ പ്രൈസിങ് എന്ന് പറയുന്നത് നല്ല അഗ്രസീവായിട്ടുള്ള ഒരു പ്രൈസിങ്ങിലാണ് ഇപ്പം എൻഫീൽഡ് ഈ വണ്ടി ഇറക്കിയേക്കുന്നത്. കുറവാണെന്നും പറഞ്ഞ് ഈ വണ്ടി എടുക്കണോ, അങ്ങനെ ഒരു ഇത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്ന് നമ്മുടെ കൂടെയുള്ള വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ 100 350 കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് നേരമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം ഈ വണ്ടിയുടെ റിവ്യൂ ലേറ്റായി പോയെന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നേരത്തെ ആ സമയത്ത് എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, റിവ്യൂ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമൊന്നും അല്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ചെയ്യാറുന്നത്. ആക്ച്വലി ഈ വണ്ടി ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയതാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയോടാണ്. ഇത് കുറേ ഞാൻ ഓടിച്ചിട്ടുണ്ട്, കുറേ അധികം ഓടിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നേരെ റിവ്യൂയിലേക്ക് തന്നെ പോകാം. നമുക്ക് ഫ്രണ്ട് സെക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കമ്പയർ ചെയ്യാൻ തോന്നുന്നത് നമ്മുടെ സ്ട്രീറ്റിനൊക്കെ അല്ലേ, ട്രയംഫിൻ്റെ ആ ലുക്കൊക്കെ ആയിട്ടാണ് എനിക്ക് ഇതിൻ്റെ ലുക്ക് തോന്നുന്നത്. എസ്പെഷ്യലി നമ്മുടെ ആ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഉണ്ടില്ലേ, ആ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് റൗണ്ട് ഷേപ്പായിട്ടുള്ള അത് ഇതിനകത്ത് വന്നിരിക്കുന്നൊരു ഹാലജൻ സെറ്റപ്പാണ്. സത്യം പറഞ്ഞാൽ ഇതിന് LED ആവശ്യമില്ല. അത്യാവശ്യം നല്ലൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. നമുക്ക് നൈറ്റ് ഓടിക്കുന്ന ടൈമിലായാലും നല്ല കിടിലം വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ സത്യം പറഞ്ഞാൽ മൊത്തത്തിലുള്ള ലുക്സ് ഞാൻ പറഞ്ഞില്ലേ, ആ സ്ട്രീറ്റിൻ്റെ ലുക്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സ്ട്രീറ്റിൻ്റെ കാര്യം കുറച്ചും കൂടെ മാറ്റി വെക്കാം. നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ വരാം. ടൈം ഈ റൗണ്ട് ഷേപ്പായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ വന്നേക്കുന്നത്, അതും ഹാലജൻ തന്നെ വന്നേക്കുന്നത്. പിന്നെ ആണെങ്കിൽ സസ്പെൻഷൻ നോക്കുന്ന ടൈമിൽ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ ബോട്ടം ഔട്ട് ചെയ്യുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഓടിച്ചു നോക്കി. എന്നാലും ബോട്ടം ഔട്ട് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. എന്നാലും ഇച്ചിരി ഒരു സ്ലൈറ്റ്ലി ഹാർഡാന്ന് വേണമെങ്കിൽ പറയാം സസ്പെൻഷൻ. ഈ സസ്പെൻഷൻ അത്യാവശ്യം ഹാർഡാക്കി വെച്ചുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ അത് നമുക്ക് നല്ലൊരു ഹൈ സ്പീഡ് പോകുന്ന ടൈമിലും അത്യാവശ്യം നല്ല രീതിക്ക് ഫ്ലിക്ക് ചെയ്യുന്ന ടൈമിലും ഒക്കെ നമുക്കത് യൂസ് ആവുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലത്തെ ടയർ സെക്ഷൻ നോക്കുന്ന ടൈമിൽ 110/17 ടയേഴ്സ് കേട്ടോ വന്നേക്കുന്നത്. ടയേഴ്സ് ഒരുവിധം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. എന്നാലും നോട്ട് ഇൻ ബെസ്റ്റ് റേഡിയൽ ടയേഴ്സ് അല്ല വന്നേക്കുന്നത്. എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ഡിസ്ക് നോക്കുന്ന ടൈമിലാണെങ്കിലും ഒരു 300 mm ഡിസ്ക് കേട്ടോ വന്നേക്കുന്നത്. ഫ്രണ്ട് ബ്രേക്കിങ്ങിനെ പറ്റി പറയുന്ന ടൈമിൽ കിടിലം ബ്രേക്കിംഗ് കേട്ടോ. എന്നെങ്കിൽ നമ്മൾ ക്ലാസിക്കിലൊക്കെ കണ്ടേപ്പില്ല, അതേ സെയിം ഷാസി തന്നെ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇതിക്ക് വേണ്ടിയിട്ട് അവർ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തേപ്പോണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഷാസിയുടെ ഇവിടെ വരുന്ന ടൈമിൽ ഇവിടുന്ന് മറ്റേ നമ്മുടെ ക്ലാസിക്കലും മീറ്റിയറിലും ഒക്കെ കാണുന്ന സെയിം ഷാസി തന്നെയാണ് അതിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെയും ഒരു ഫ്രെയിം പോലെ ഇങ്ങനെ പോയപ്പോൾ ഉണ്ട്, അടിയിലായിട്ട് ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ആ ഫ്രെയിം ഇച്ചിരി കട്ട് ചെയ്തിട്ട് ആ ഗ്യാപ്പിനകത്താണ് നമ്മുടെ എൻജിൻ വെച്ചേക്കുന്നത്. ഈ എൻജിൻ സൈഡ് നമ്മൾ നോക്കുന്ന ടൈമിൽ ക്ലാസിക്കലൊക്കെ കണ്ടു വന്നേക്കുന്ന അതേ ഒരു എൻജിൻ തന്നെയാണ് ഇതിനകത്തും വന്നേക്കുന്നത്. J സീരീസ് എൻജിനാണ് ഇതിനകത്തും വന്നേക്കുന്നത്. ഏകദേശം 20 bhp പവറും വരുന്നുണ്ട്, 70 Nm ടോർക്കും വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ടോർക്കിൻ്റെ ഒരു കളി കേട്ടോ ഈ വണ്ടി. എന്നുവെച്ചാൽ ഇതിനകത്ത് പവറിനകത്തല്ലേ ഈ വണ്ടി ഓടുന്നത്, ടോർക്കിനകത്താണ്. ബോട്ടമൻ ടോർക്ക് ഉണ്ടല്ലോ, അതൊരു കിടില, ഒരു രക്ഷയില്ലാത്ത ബോട്ടമൻ ടോർക്ക് കേട്ടോ ഇതിനകത്ത്. എന്നുവെച്ചാൽ നമ്മൾ 2 പേരെയോ 3 പേരെയൊക്കെ വെച്ചാലും ഇനീഷ്യലി നല്ലൊരു പിക്കപ്പ് തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അതെല്ലാം ആ ബോട്ടമൻ ടോർക്കിൻ്റെ ഒരു ഗുണം കൊണ്ട് കിട്ടുന്നതാണ്. ടാങ്ക് നോക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല നീറ്റ്ലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ടാങ്ക് കേട്ടോ. ആക്ച്വലി ഇത് വന്നേക്കുന്ന ഒരു 3 വേരിയൻസ് ആയിട്ടാണ്. ഫസ്റ്റ് വന്നേക്കുന്നതെന്ന് വെച്ചാൽ റെട്രോ എന്ന് പറയുന്നത്, പിന്നെ മെട്രോ, അങ്ങനെ 3 വേരിയൻസ് ഉണ്ട്. ഇത് ടോപ്പ് മോഡലാണ് വന്നേക്കുന്നത്. ടോപ്പ് മോഡലിനകത്ത് ഈ കളറും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്, ഒരു ബ്ലൂവും വൈറ്റും കൂടെയുള്ള ആ കളർ സ്കീമൊക്കെ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല രസം കേട്ടോ ഈ കളർ സ്കീം കാണാനൊക്കെ ആയിട്ട്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കുന്ന ടൈമിൽ ഇതിനകത്ത് അലോയ് സെറ്റപ്പ് വന്നേക്കുന്നത്, മറ്റേതിനകത്ത് സ്പോക്ക് വീൽസ് വന്നേക്കുന്നത്. അത് മാത്രമല്ല മറ്റേതിനകത്ത് കുറച്ചുകൂടെ ഫ്രണ്ടിലത്തെ ടയർ കുറച്ചുകൂടെ വലുതാണ് കേട്ടോ നമ്മുടെ ബേസ് മോഡലിനകത്ത്. ഇതിനകത്ത് ചെറിയൊരു ഒരു റിം സൈസാണ് വന്നേക്കുന്നത് നമ്മുടെ ടോപ്പ് മോഡലിനകത്ത്. മറ്റേതിനകത്ത് സ്പോക്ക് വീൽസ് വന്നേക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി വലിയ വീൽ സെറ്റപ്പ് അതിനകത്ത് വന്നേക്കുന്നത്. ബാക്കിലത്തെ സൈഡ് നോക്കുന്ന ടൈമിൽ ഇവിടെ ചെറിയൊരു സാരി ഗാർഡ് സെറ്റപ്പ് ഒക്കെ വന്നപ്പോൾ ഉണ്ട് കേട്ടോ. ബാക്ക് സൈഡൊക്കെ കണ്ടില്ലേ, ആ ബ്യൂട്ടി കണ്ടില്ലേ, എന്ത് രസമെന്ന് നോക്കിയേ. ഇതെല്ലാം നമുക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ആ സ്ട്രീറ്റിൻ്റെ ഒരു ലുക്കൊക്കെ ആയിട്ടാണ് കേട്ടോ നമുക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ഇതാണെങ്കിൽ ടോപ്പ് വേരിയൻ്റ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബാക്കിലും ഡിസ്ക് വരുന്നുണ്ട്. നമ്മുടെ ബേസ് മോഡലിനകത്ത് ബാക്ക് ഡിസ്ക് വരുന്നില്ല, അതിനകത്ത് ട്രം ബ്രേക്ക് വരുന്നത്. ഇതിനകത്ത് ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്, അതിനകത്ത് ഡ്യുവൽ ചാനൽ ABS ഇല്ല. പിന്നെ നമ്മൾ ബാക്കിലത്തെ ടയർ സെക്ഷൻ നോക്കുന്ന ടൈമിൽ 140/17 സെക്ഷൻ ടയേഴ്സ് കേട്ടോ നമ്മുടെ ബാക്ക് വന്നേക്കുന്നത്. ബാക്കിലും റേഡിയൽ ടയേഴ്സ് അല്ല വന്നേക്കുന്നത്. എന്നാലും കുഴപ്പമില്ലാത്ത ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എക്സോസ്റ്റ് ഒക്കെ നോക്കുന്ന ടൈമിലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. എന്നുവെച്ചാൽ ആഫ്റ്റർ മാർക്കറ്റ് ഒരു എക്സോസ്റ്റ് വെച്ചൊരു ഫീലാണ് കേട്ടോ. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. സാധാരണ എൻഫീൽഡ് കണ്ടു വന്നേക്കുന്ന പോലെ ഒരു ബൾക്കായിട്ടുള്ള എക്സോസ്റ്റ് അല്ല, ഒരു നീറ്റ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് കേട്ടോ. നല്ല രസം അത് കാണാനൊക്കെ ആയിട്ട്. ഞാൻ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം.
സക്സസ് നോട്ട് കിട്ടില്ല. അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ പഴയ ആ എൻഫീൽഡ് കണ്ടുവന്നേക്കുന്ന ഒരു ചെറിയ തമ്പും ചെറിയൊരു ക്രാക്ലിംഗ് ഒക്കെ തോന്നില്ല, അതൊക്കെ നമുക്ക് ഇതിനകത്തും കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഫീല്, പഴയ ഒരു എൻഫീൽഡിൻ്റെ ഫീൽ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ആ മീറ്റിയോറിനകത്തും ക്ലാസിക്കിനകത്തൊന്നും ആ ഫീൽ അങ്ങ് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ആ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഡിസ്ക് നോക്കുന്ന ടൈമിൽ 230mm ഡിസ്ക് കേട്ടോ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല കിടിലം ബൈറ്റ് നമുക്ക് ബാക്കിലത്തെ ഡിസ്കിൽ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലത്തെ ABS ഓഫ് ചെയ്യാൻ പറ്റത്തില്ല, അതൊരു ഷോക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് പക്ഷേ ഓഫ് റോഡ് കൊണ്ടുവന്ന വണ്ടിയല്ല, അതില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കൂടുതലായിട്ട് ഒരു സിറ്റി ബൈക്കായിട്ടാണ് ഇത് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. ഹാൻഡിൽ ബാർ നോക്കുന്ന ടൈമിൽ ഒരുവിധം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നേക്കുന്നത്. എന്നുവെച്ചാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഹാൻഡിൽ ബാർ നോക്കുന്ന ടൈമിൽ കാണുന്നത്. എന്നുവെച്ചാൽ ഇത് നമ്മുടെ ഒരു കിൽ സ്വിച്ച് വന്നേക്കുന്നത്, കിൽ സ്വിച്ച് ഇഗ്നിഷനും ഇതിൽ തന്നെ വന്നേക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു ഹസാർഡ് വന്നപ്പോൾ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുന്ന ടൈമിൽ ഇപ്പുറത്തെ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ നാവിഗേറ്റ് ചെയ്യാനുള്ള ഇവിടെ ചെറിയൊരു ഐ ബട്ടൺ പോലെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ പാസ്, ലോ ബീം, ഹൈ ബീം, ഇവിടെ ഇൻഡിക്കേറ്റർ, ഹോണൊക്കെ നല്ല അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. മീറ്റർ നോക്കുന്ന ടൈമിൽ വന്നേക്കുന്നത് ട്രിപ്പ് B വന്നപ്പോൾ ഉണ്ട്, ട്രിപ്പ് F വന്നപ്പോൾ ഉണ്ട്, ഓഡോമീറ്റർ വന്നപ്പോൾ ഉണ്ട്, ട്രാക്കോമീറ്റർ വന്നപ്പോൾ ഉണ്ട്, സ്പീഡോമീറ്റർ വന്നപ്പോൾ ഉണ്ട്. സോറി, ട്രാക്കോമീറ്റർ ഇതിനകത്ത് വരുന്നില്ല കേട്ടോ, തെറ്റിപ്പോയതാ. പിന്നെ ആണെങ്കിൽ അത്യാവശ്യം വാണിംഗ് ലാംപ്സ് എല്ലാം ഇതിനകത്ത് കാണിച്ചപ്പോൾ ഉണ്ട്. ഗൈസ്, ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. വണ്ടിയുടെ റൈഡ് ഫീൽ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നൈസ് ആട്ടോ വണ്ടി ഓടിച്ചുകൊണ്ട് കിടക്കാൻ. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു വണ്ടി. എനർജറ്റിക് എന്ന് പറയുമ്പം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്നല്ല ഞാൻ പറയുന്നത്. എന്താ പറയുന്നത്, അത്യാവശ്യം നല്ലൊരു ടോർക്കി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല സൈസുള്ള രണ്ടുപേരും പിന്നെ ലഗേജും ഒക്കെ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിലും വണ്ടിക്ക് ഒരു ഇതുമില്ല, വണ്ടി നൈസിന് വലിച്ചോളും കേട്ടോ. അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ഒരു എഞ്ചിനാണ്. എന്ന് വെച്ചാൽ ബോട്ടം ആൻഡ് ടോർക്ക് അത്യാവശ്യം നൈസായിട്ട് ഈ വണ്ടിക്കകത്തുണ്ട് കേട്ടോ. ഇതിലുമായിട്ട് നമുക്ക് സിറ്റിയിലായാലും ഹൈവേയിലായാലും കൊണ്ടു കിടക്കാം. ഇതേ കണ്ടില്ലേ, ഞാൻ വണ്ടി അവിടെ സ്ലോ ആക്കിയിട്ട് ഇപ്പോൾ 3rd ഗിയറിലാണ് കേട്ടോ വണ്ടി എടുത്തത്. എന്നിട്ട് വരെ കണ്ടില്ലേ, വണ്ടിക്കകത്ത് ഒരു നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ഫ്രണ്ട് ടയർ ഇപ്പോൾ അത്യാവശ്യം ഷോക്കായിട്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ കാര്യമായിട്ടുള്ള കോർണറിങ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ക്ലച്ച് ഫീലൊക്കെ നോക്കുന്ന ടൈമിൽ അത്യാവശ്യം ലൈറ്റായിട്ടുള്ള ഒരു ക്ലച്ചാണ് കേട്ടോ. എന്നുവെച്ചാൽ അത്യാവശ്യം ഹാർഡും അല്ല സോഫ്റ്റും അല്ല, ആ ഒരു രീതിക്കുള്ളൊരു ക്ലച്ചാന്ന് വേണേൽ പറയാം. നമ്മളെ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ചില ടൈമിൽ ഫോൾസ് ന്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇന്ന് വണ്ടി ഓടിക്കുന്നതിൽ തന്നെ ഏകദേശം ഒരു 2-3 വട്ടം എന്താ ഫോൾസ് ന്യൂട്ടേഴ്സ് കിട്ടി. അല്ലാത്ത പക്ഷം കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെയാണ്. സാധാരണ നമ്മൾ എൻഫീൽഡ് കണ്ടുവന്നേക്കുന്ന പോലുള്ള ഹാർഡായിട്ടുള്ള ഷിഫ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ എനിക്കൊരു ഫീലുള്ളതെന്ന് വെച്ചാൽ ചില ടൈമിൽ ഈ സ്പീഡോമീറ്റർ ഇല്ല, ഇത് വർക്ക് ചെയ്യത്തില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ കീ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോൾ പിന്നെ ഓൺ ആയിക്കോളും. ചില ടൈമിൽ നമ്മൾ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകുന്ന നേരത്തെ കീ ഓൺ ആക്കിയിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ടൈമിൽ ഇത് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തതായിട്ട് എനിക്കൊരു ഫീൽ തോന്നുന്നുണ്ട്. അല്ലാത്ത പക്ഷം വേറെ ഇഷ്യൂസ് ഒന്നുമില്ല വണ്ടിക്കകത്ത്. പിന്നെ ക്ലച്ച് ഫീലാണെങ്കിലും ലൈറ്റാ, ഗിയർ ബോക്സിൻ്റെ ഭാഗത്തൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ചില സമയത്ത് ഫോൾസ് ന്യൂട്ടേഴ്സ് കിട്ടുന്നുണ്ട്. ഞാൻ ബ്രേക്ക് ഫീലിനെ പറ്റി പറയുന്ന ടൈമിൽ ഫ്രണ്ട് ബ്രേക്ക് കിടില്ല കേട്ടോ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ഫ്രണ്ട് ബ്രേക്കാണ്. അതിൻ്റെ ഭാഗത്ത് യാതൊരു പ്രശ്നമില്ല. പിന്നെ ബാക്ക് ബ്രേക്ക് ആണെങ്കിൽ അത്യാവശ്യം നല്ല കിടിലം ബൈറ്റ് ബാക്ക് ബ്രേക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 2 സൈഡിൽ ABS വരുന്നുണ്ട്, ഡേൽ ചാനൽ ABS ആ വണ്ടി വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴും പ്രശ്നങ്ങളില്ല, കിടിലം ബ്രേക്കിംഗ് സെറ്റപ്പ് ഉണ്ട്. പിന്നെ സ്ലിപ്പർ ക്ലച്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സിറ്റി നമുക്ക് എങ്ങനെയൊക്കെ വേണമെങ്കിലും കൊണ്ടു കിടക്കാം കേട്ടോ, നല്ലോണം ഫ്ലിക്ക് ചെയ്യാൻ പറ്റും. വണ്ടി പിന്നെ വണ്ടി അത്യാവശ്യം നല്ല അജയിലായിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലിക്ക് ചെയ്ത് കൊണ്ടു കിടക്കാം. അധികം വെയിറ്റ് ഇല്ല വണ്ടിക്ക്. വെയിറ്റ് എന്ന് പറയാനായിട്ട് ഏകദേശം ഒരു 177 കിലോസേ വണ്ടിയുടെ വെയിറ്റ് വരുന്നുള്ളൂ. അങ്ങനെ നോക്കുന്ന ടൈമിലും ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഭയങ്കര കുറവാണ്, ഏകദേശം 790 എന്തോ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നുള്ളൂ. അങ്ങനെ നോക്കുന്ന ടൈമിലും നമുക്ക് വണ്ടി കൊണ്ടു കിടക്കാനായിട്ട് യാതൊരു പ്രശ്നമില്ല. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് ആൾക്കാർ തന്നെ ഗേൾസ് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റായിട്ടുള്ള വണ്ടി കേട്ടോ, നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടു കിടക്കാം. അത്രയല്ല ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് നല്ല അഗ്രസീവായിട്ടുള്ള ഒരു പ്രൈസിങ്ങിലാണ് ഇപ്പം എൻഫീൽഡ് ഈ വണ്ടി ഇറക്കിയേക്കുന്നത്. 175 തൊട്ടെന്തോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മോഡൽ തുടങ്ങുന്നത്. എങ്ങനെയൊക്കെ നോക്കിയാൽ സ്റ്റാർട്ടിങ് മോഡൽ നോക്കിയാലും മിഡ് വേരിയൻറ്റ് നോക്കിയാലും ടോപ്പ് വേരിയൻറ്റ് നോക്കിയാലും
ഇത് വാല്യൂ ഫോർ മണിയാന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. ഒരു ഓപ്പൺ റോഡാണല്ലോ അത്. ഒന്ന് കൈ കൊടുത്ത് നോക്കിയാലോ. ഇതാണ് ഇനിയുള്ള വണ്ടികളുടെ ഗുണം കേട്ടോ. ടോർക്കുള്ള വണ്ടികളുടെ ഗുണം. എഞ്ചിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ നോക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല പുള്ളിങ് ഉള്ള ഒരു എഞ്ചിനാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരു 0 to 100 ഒക്കെ വണ്ടി പെട്ടെന്ന് എത്തുന്നുണ്ട്. അതൊരു നമ്മൾ 4ാമത്തെ ഗിയറിൽ തന്നെ അത്യാവശ്യം പെട്ടെന്ന് എത്തുന്നുണ്ട്. 100 കയറി കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി പെയ്യെ ക്ലൈംബ് ചെയ്ത് കയറത്തുള്ളൂ. ഒരു 100-110 വരെ ഒരുവിധം കുഴപ്പമില്ലാതെ എത്തും. 100 വരെ പെട്ടെന്ന് എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 110 വരെ ഒരുവിധം കുഴപ്പമില്ലാതെ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വണ്ടി പെയ്യെ ക്ലൈംബ് ചെയ്ത് വണ്ടി കയറുന്നുള്ളൂ കേട്ടോ. അതൊരു എനിക്കൊരു ശോഭമായിട്ട് തോന്നി. എന്നുവെച്ചാൽ ഇതൊരു സ്ട്രീറ്റ് ബൈക്കാണ്, ഇതൊരു സിറ്റിയിൽ ഓടിക്കാനുള്ള ഒരു ബൈക്കാണ്. അത് വെച്ച് നോക്കുമ്പം കുഴപ്പമില്ല. അന്നെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ഹൈവേ കിട്ടുന്ന ടൈമിൽ നമുക്ക് ഒന്ന് പൊളിച്ച് ഓടിക്കണമെന്ന് വെച്ചാൽ 100 ഒക്കെ പെട്ടെന്ന് എത്തുന്നുണ്ട്. അത് കഴിയുമ്പോൾ ചെറിയൊരു ക്ലൈമ്പിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. അത് കഴിയുമ്പോൾ വൈബ്രേഷൻ ഇതിനകത്തുനിന്ന് വരുന്നുണ്ട്. ഓപ്പൺ റോഡല്ലേ അത്. വണ്ടി പവർ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ അധികം പുഷ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ടയർ ഏകദേശം തീർന്നിരിക്കുക. ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ടയറിൻ്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ടാണ് ഞാൻ അധികം പുഷ് ചെയ്യാത്തത്. ചെറിയൊരു വോബ്ലിംഗ് ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ വണ്ടിയുടെ പ്രശ്നം കൊണ്ടല്ല, ഇപ്പോൾ ഇതിൻ്റെ ടയർ അത്യാവശ്യം മോശമായിട്ടിരിക്കുക. ആ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഒരു വോബ്ലിംഗ് ചെറുതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ സ്റ്റോക്ക് ടയേഴ്സ് അധികം കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ടയറോ കാര്യങ്ങളോ ഒന്നുമല്ല. പിന്നെ വണ്ടിയുടെ ഹീറ്റിംഗ് നോക്കുന്ന ടൈമിൽ നമ്മളൊരു സിറ്റിക്കകത്ത് ടയർ ട്രാഫിക്കിനകത്ത് ഒരു 10-15 മിനിറ്റൊക്കെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന ടൈമിൽ അത്യാവശ്യം ഹീറ്റിംഗ് ഉണ്ട് കേട്ടോ. എന്നാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു 350cc വരുന്ന ഒരു എഞ്ചിനാണ്, അത് ഞങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് ബാക്കിയുള്ള നമ്മൾ മീറ്റിയർ കമ്പയർ ചെയ്യുമ്പോഴും ക്ലാസിക് കമ്പയർ ചെയ്യുമ്പോൾ സെയിം എഞ്ചിനും സെയിം ഷാസിയൊക്കെ ആണെങ്കിൽ പോലും ഇതിന് വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബോട്ടമിൻ ടോർക്ക് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് ഇതിനകത്ത് തോന്നും. കുറച്ചുകൂടെ ഒന്ന് പവർഫുള്ളായിട്ട് ഈ വണ്ടി തോന്നും. അങ്ങനെയൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ നിന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞ് ഈ വണ്ടി വില കുറവാണ്, ഏകദേശം വില കുറവാണെന്നും പറഞ്ഞ് ഈ വണ്ടി എടുക്കണോ അങ്ങനെ ഒരു ഇത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ അത്യാവശ്യം സിറ്റിയിലേക്ക് ഒരു ബൈക്ക് നോക്കുന്നത്, ഹൈവേയിൽ അധികം പോകുന്നില്ല, വല്ലപ്പോഴൊക്കെ ഹൈവേയിൽ കയറുന്നുള്ള, ഹൈവേ ടൂർ ചെയ്യുന്നുള്ളൂ, അങ്ങനെയൊക്കെ നോക്കുന്ന ടൈമിൽ ഇത് ശരിക്കും ഇതൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വണ്ടി കേട്ടോ. ഈ ഒരു 350cc ഇങ്ങനൊരു ബൈക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് വേറെ ഇല്ല. നമ്മുടെ ഈ ഒരു 200cc വരുന്ന വണ്ടികൾ വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മുടെ ഡ്യൂക്ക് 200 ആയാലും പിന്നെ നമ്മുടെ MG 15 അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഇത് വാല്യൂ ഫോർ മണി ആണോ, ഇത് എടുക്കണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സിറ്റിയിലേക്ക് ഒരു വണ്ടി നോക്കുക, അത്യാവശ്യം ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടി വേണം, അധികം ഷിഫ്റ്റിംഗ് ഒന്നും വേണ്ട. എപ്പോഴെപ്പോഴും ഷിഫ്റ്റിങ് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് നിങ്ങളെന്നെങ്കിൽ ഈ വണ്ടിയാണ് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് KTM എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ ഒരു ഇത് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ. പിന്നെ ഇതും ലൈറ്റായിട്ടുള്ള വണ്ടിയാണ്. KTMോ MGയോ ഫ്ലിക്ക് ചെയ്യുന്ന അത്ര ഇത് ഫ്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്നെങ്കിൽ പോലും നൈസിന് ഫ്ലിക്ക് ചെയ്ത് നടക്കാവുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ചെറിയൊരു റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോടെ നിൽക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ.